ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളത്ത് നിന്ന് കുഞ്ഞിയും ജോയ്സും അതുപോലെ തന്നെ ലച്ചും ദിലുചേട്ടനും സായ്ക്കുട്ടിയൊക്കെ നമുക്ക് കോട്ടയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ കോട്ടയം നാഗമ്പലത്ത് പള്ളിയിൽ പോകാനായിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കതൊരു ഔട്ടിംഗ് ആക്കി കൂടാന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി കാറിൽ കയറി ഞാനും ജിനിയും പുറകെ പോന്നു. ലക്ഷ്മി നമ്മളൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ നാഗമ്പലം പള്ളിയിലേക്കാണ് പോകുന്നത്. ഈ പള്ളി എടുത്ത് പറയണോട്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരിക, ഒരു മുല്ലപ്പൂമാല നേരുക. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെ സാധിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ജോലി സംബന്ധമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ മുല്ലപ്പൂമാലയൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ സായിക്കുട്ടൻ്റെ ഡാൻസൊക്കെ കളിക്കുവാണ്. അങ്ങനെ നമ്മൾ നേരെ കുമരകത്തേക്കാണ് പോകുന്നത്. ഇന്ന് അവിടെയാണ് ഫുഡൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി വന്നാണല്ലോ, അപ്പോൾ കുമരകം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ കോട്ടയത്തു നിന്ന് അടുത്താണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ചെന്നു. ഒരു ഷാപ്പിലേക്കാണ് പോയത്. നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നിറച്ച് കഴിക്കണം. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഷാപ്പിൽ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓപ്പൺ എയർ ആയിരുന്നു. അപ്പം തൊട്ടുപുറകിൽ പാടമൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നേരെ നമ്മുടെ നാലുപങ്കിലേക്ക് വിടാമെന്ന്. അപ്പോൾ പണ്ട് ഇവിടെ വെറുതെ ചുമ്മാ കിടന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പക്ഷേ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർ ഹെഡ് 50 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം അങ്ങോട്ടേക്ക് പോയി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വെയിലധികം ഉണ്ടായിരുന്നില്ല. അപ്പം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. പിന്നെ നമ്മളെല്ലാവരും കൂടി ബോട്ടിങ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറൊക്കെ കുറച്ച് പേര്, അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കണം. ബാക്കി ആർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ലൊരു അടിപൊളി ദിവസം ഇവിടെ തീരുവാണ്. ടാറ്റാ, ബൈ ബൈ.